ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരിണി കലിംഗരായരും വിവാഹിതരായിരിക്കുകയാണ്. ഗുരുവായൂർ രാവിലെ 7:15-നും 8-നുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. രാഷ്ട്രീയ സിനിമാ രംഗത്ത് നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. നീലഗിരി സ്വദേശിനിയായ താരിണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബാംഗമാണ്. ജമീന്ദാർ കുടുംബമാണ് താരിണിയുടേത്. ചെന്നൈ ഭവൻസ് രാജാജി വിദ്യാശ്രമം സ്കൂളിലാണ് താരിണി പഠിച്ചത്. MOP വൈഷ്ണവ് കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടി. പഠനത്തിനിടെ തന്നെ താരിണിക്ക് മോഡലിംഗിനോട് താല്പര്യമുണ്ടായിരുന്നു. 16-ാം വയസ്സിലാണ് ആദ്യമായി മോഡലിംഗ് ചെയ്യുന്നത്. ഇതിനൊപ്പം സിനിമാ നിർമ്മാണവും പഠിച്ചു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലൂടെ ബാലതാരമായി നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച ആളാണ് കാളിദാസ് ജയറാം. 2021-ൽ താരിണി മിസ് ദിവ മത്സരത്തിൽ പങ്കെടുത്തു. അവിടെ ഫൈനലിസ്റ്റ് ആവുകയും ചെയ്തു. 3ാം റണ്ണറപ്പ് ആവുകയും ചെയ്തു. ഈ മത്സരം താരിണിയെ ഇന്ത്യയിൽ പ്രശസ്തമാക്കുകയും പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. കൂടാതെ മിസ് തമിഴ്നാട്, മിസ് സൗത്ത് ഇന്ത്യ, ഫസ്റ്റ് റണ്ണറപ്പ് തുടങ്ങിയ സ്ഥാനങ്ങളും താരിണി സ്വന്തമാക്കി. 2022-ൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരിണി പങ്കെടുത്തിരുന്നു. ഒഴിവു സമയങ്ങളിൽ നീലഗിരിയിലുള്ള മുത്തച്ഛന്റെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ചെലവഴിക്കാനാണ് തനിക്കിഷ്ടമെന്ന് താരിണി പറഞ്ഞിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായിരുന്ന താരിണിയുടെ മുത്തച്ഛൻ രാജ്യസഭാ അംഗം കൂടിയാണെന്ന വിവരം. നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അമ്മ താരിണിയെയും സഹോദരിയെയും വളർത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2022-ലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരിണിയെ ആദ്യമായി ആരാധകർ കാണുന്നത്. എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ താരിണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചിലവഴിക്കുന്ന മനോഹരമായ പ്രണയചിത്രം കാളിദാസ് സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത്. തുടർന്ന് 2023 നവംബറിൽ താരിണിയും കാളിദാസും തമ്മിലുള്ള വിവാഹ വിജയം നടന്നു. ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് താരിണി. കൂടാതെ സ്വന്തം ഫോട്ടോകൾ ക്ലിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും. 23 വയസ്സാണ് താരിണിയുടെ പ്രായം. കാളിദാസിന് ഈ ഡിസംബറിൽ 31 വയസ്സാവും. അഭിനയത്തിനും മോഡലിംഗിനും പുറമെ പരസ്യചിത്രങ്ങൾ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ 1 കോടിക്ക് പുറത്താണ് താരിണിയുടെ മൂല്യമെന്നാണ് റിപ്പോർട്ടുകൾ. ചെന്നൈയിൽ ആഡംബര ഭവനവും ഓടിക്കാറും താരിണിക്ക് സ്വന്തമായുണ്ടെന്നും പറയുന്നു. എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ പ്രണയവിവാഹം തന്നെയാണ് കാളിദാസും തിരഞ്ഞെടുത്തത്. അതിനിടെ 2 മക്കളുടെയും വിവാഹം ഒരേ വർഷം നടന്നതിൽ സന്തോഷം തുറന്നു പറഞ്ഞ പാർവതി, കാളിദാസിന്റെയും താരിണിയുടെയും വിവാഹത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു താരം. അതിഥികളെ സ്വീകരിച്ചും മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും വിവാഹ ചടങ്ങുകളിൽ നിറസാന്നിധ്യമായിരുന്നു പാർവതി. 1 വർഷം തന്നെ ഒരുപാട് ചടങ്ങുകളെന്നായിരുന്നു പാർവതിയുടെ ആദ്യ പ്രതികരണം. അതിനുശേഷം 2 മക്കളുടെയും വിവാഹം ഒന്നിനു പിറകെ ഒന്നായി നടന്നതിന്റെ ഇരട്ടി സന്തോഷം